മൂവാറ്റുപുഴ പോലീസ് ഈ കാര്യത്തിൽ യാതൊരു മനുഷ്യത്വമില്ലാത്ത രീതിയിലാണ് ഈ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ഈ അമൽ ആന്റണിയോട് കാണിച്ചത്. അദ്ദേഹം തീർത്തും നിരപരാധിയായിരുന്നു. ഒരു ഇലക്ട്രിക്കൽ ജോലിക്കാരനായ നാട്ടിൻപുറത്ത് വീടുകളിൽ പോയി ഇലക്ട്രിക്കൽ വർക്ക് നടത്തിക്കൊണ്ടിരുന്ന അമൽ ആന്റണി എന്ന് പറയുന്ന സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിലെ ഇൻവെർട്ടറിന്റെ ബാറ്ററി അദ്ദേഹം ആക്രി കടയിൽ കൊണ്ട് വിറ്റു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഫ്തിയിൽ വന്ന ഒരു പോലീസുകാരൻ ഇയാൾ ആക്രി കടയിൽ എന്തെങ്കിലും സാധനം വിറ്റോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ എന്റെ ബാറ്ററി വിറ്റു എന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു പോലീസ് ജീപ്പ് പ്രത്യക്ഷപ്പെടുകയും ആ പോലീസ് വണ്ടിയിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോയി അദ്ദേഹത്തെ പോലീസ് വാഹനത്തിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അങ്ങനെ അദ്ദേഹം കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എന്റെ സ്വന്തം ബാറ്ററിയാണ് വിറ്റതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പോലീസ് അത് കേട്ടില്ല. പക്ഷേ ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്നും അതിക്രൂരമായി അദ്ദേഹത്തെ മർദ്ദിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം മർദ്ദനത്തിനെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ ശക്തമായിട്ട് പൊതു മനസാക്ഷി ഇതിനകത്ത് ഉണരേണ്ടതായിട്ടുണ്ട്. പോലീസ് വളരെ ക്രൂരമായിട്ടാണ് ചെറുപ്പക്കാരനായ അധ്വാനിക്കുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനോട് കാട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ആദ്യഘട്ടത്തിൽ ഈ അമൽ പരാതി നൽകാൻ എത്തിയെങ്കിലും ആദ്യഘട്ടത്തിൽ പരാതി സ്വീകരിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അല്ലാതെ പോലീസിനെതിരെ പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ അദ്ദേഹത്തോട് പരാതിയുമായിട്ട് സ്വീകരിക്കാൻ തയ്യാറാവുകയില്ലല്ലോ. പക്ഷെ അതിനുശേഷം ആണ് ഇത് മാധ്യമപ്രവർത്തകർ അറിയുകയും പത്രക്കാർക്ക് അറിയുകയും ചെയ്തിട്ടാണ് അദ്ദേഹത്തോട് പരാതി കൊടുക്കാൻ വാർത്തകളൊക്കെ വന്നതിന് ശേഷമാണ് പരാതി സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു വിഷയത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയല്ലേ കുടുംബത്തിന്റെ ഒരു തീരുമാനം? അല്ല, കുടുംബത്തിന്റെ തീരുമാനം അത് തന്നെയാണ്. പക്ഷെ ഞങ്ങൾ പൊതു രംഗത്തുള്ള ആളുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നാളെ രാവിലെ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുകയാണ്. മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കോയലാണ്, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, മുൻ MLA ജോസഫ് വാഴക്കൻ ഒക്കെ പങ്കെടുക്കുന്ന വലിയൊരു പോലീസ് സ്റ്റേഷൻ മാർച്ച് നാളെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഇതിൽ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കണം. സ്വീകരിച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭമായിട്ട് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.